ഹലോ. പനിയൊക്കെ മാറി, പക്ഷെ സൗണ്ടൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരേ സമയം ഹെയർ കെയറും സ്കിൻ കെയറും ബോഡി കെയറും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തിരക്കുള്ള ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. രാവിലത്തെ അടുക്കള ജോലിക്കിടെ 1 സ്പൂൺ ഉലുവ ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. 1 സ്പൂൺ കരിഞ്ജീരകവും കൂടെ ഇതിനോടൊപ്പം ചേർക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ചോറൊക്കെ വേകുന്ന ഒരു സമയത്ത് ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെ 1 ഗ്ലാസ് ഒഴിച്ച് വയ്ക്കാം. തലമുടി കുറവുള്ളവരാണെങ്കിൽ 1 ഗ്ലാസ് മതിയാകും കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്രയും തലമുടിയൊക്കെ ഉണ്ടെങ്കിൽ 2 ഗ്ലാസ് എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് വയ്ക്കുന്നത്. ഇതിന് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യില്ല, വൈകിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൂടി അവിടെ ഭദ്രമായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഉലുവയിലെ പ്രോട്ടീൻ നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ, സഹായിക്കും. അതുപോലെ മുടിക്ക് കരുത്തുണ്ടാകും, താരനൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. കരിഞ്ജീരകം അതുപോലെ തന്നെ അകാലനരയ്ക്കൊക്കെ നല്ലതാണ്. തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുവാനായിട്ട് കരിഞ്ജീരകം നല്ലതാണ്. തലമുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണമുള്ളൊരു 2 മരുന്നുകളാണ്, ഒന്ന് ഉലുവയും ഒന്ന് കരിഞ്ജീരകവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ ഗുണം ഒന്നോടെ കൂടും. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഉലുവയും ഈ കരിഞ്ജീരകവും കൂടെ ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു കേട്ടോ. ഇതൊരു ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല, ഒരു പകുതി അരവിൽ അരച്ചെടുത്തിട്ട് ബാക്കി കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അത് മിക്സിയിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം 2 അരിപ്പ വെച്ച് ഇത് അരിച്ചൊഴിച്ചു. ഒന്ന് ഇച്ചിരി അകലമുള്ള ഒരു അരിപ്പയും ഒന്ന് ഇവിടെ അടുപ്പമുള്ള ഒരു അരിപ്പയാണ് കേട്ടോ. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ ഹെയർ ടോണിക് എന്ന് പറയാം, ഇത് ഞാനൊരു അടപ്പിന് ഹോളുള്ളൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ എളുപ്പത്തിന് കഞ്ഞിവെള്ളത്തിലോട്ട് കരിഞ്ജീരകവും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഇളക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതുപോലെ ഹെയർ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ടൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ സ്റ്റീൽ തവി ഉപയോഗിക്കുന്നത് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഈ തവി ചൂടാക്കാൻ എളുപ്പമാണല്ലോ. എന്നിട്ട് ഈ ചൂടായ തവിയിലോട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ചേർത്താൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നരക്കില്ല. ഒരു പക്ഷേ ഞാൻ സ്ഥിരം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇതുപോലെ ഹെയർ ഓയിലിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ തലമുടി ഒട്ടും നരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അധികം ഓയിലുള്ള മുടിയാണെന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാർട്ടീഷൻ എടുത്ത് കെട്ടി വെച്ചതിന് ശേഷം ബാക്കി ഭാഗത്ത് മാത്രം ഹെയർ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഞാനും ചിലപ്പോഴൊക്കെ കടയിൽ നിന്ന് വന്ന് എനിക്ക് തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ പകല് കുളിക്കുവാനായിട്ട് തലകഴുകി കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ രാത്രി ഒരു 7:30 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഹെയർ ഓയിലൊക്കെ തേച്ച് കൊടുത്ത് കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒത്തിരി എണ്ണയൊന്നും നെറുകയിലൊന്നും തേച്ച് കുളിക്കാറില്ല, മുടിയുടെ പുറമേയും ചെറുതായിട്ടൊന്ന് സ്കാൽപ്പിലേക്ക് പുരട്ടി കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഹെയർ ഓയിലിംഗ് ആണ് നമ്മുടെ ഏറ്റവും മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹെയർ ഓയിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്യരുത്. ഹെയർ ഓയിലിങ് എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് പകല് ചെയ്താൽ മതി. ഞാനിവിടെ സമയമില്ലാത്തത് കൊണ്ടും അതുപോലെ ജോലിക്കാർക്കും ഒക്കെ ഇങ്ങനെ ചെയ്യാം, എനിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ രാത്രി തന്നെ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറും കൂടെ ചെയ്യുന്നുണ്ട്. നാൽപ്പാമരാതി തൈലം കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മുഖത്തും കഴുത്തിലും കൈകളിലും കാൽപാദങ്ങളിലും ഒക്കെ പതിവായി തേച്ച് കുളിക്കുകയാണെങ്കിൽ ഈവനായിട്ടുള്ളൊരു സ്കിൻ ടോൺ നിലനിർത്തുവാനും നമ്മുടെ യുവത്വം നിലനിർത്തുവാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും പ്രായം തോന്നുന്നില്ല എന്ന്. ഒരു പക്ഷേ ഇതായിരിക്കാം, ഞാനിങ്ങനെ പ്രായം കുറയുവാൻ വേണ്ടിയിട്ടൊന്നും തേക്കുന്നതല്ല കേട്ടോ, ഇതൊരു ശീലമായി പോയി. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത എൻ്റെ ഷോർട്ട് വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 60,000 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, വ്യൂസ് ഉണ്ട്. അപ്പം അത്രയൊക്കെ കണ്ടതിന് എൻ്റെ ചെറിയ ചാനലല്ല എൻ്റെ, അപ്പം എൻ്റെ വീഡിയോ ഒക്കെ അത്രയും കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും ചെയ്യുന്ന എല്ലാവരും ഞാൻ എൻ്റെ പറയുന്നത് എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ കരുതി നന്ദി പറയുവാണ് കേട്ടോ. നന്ദി സ്നേഹവും ഉണ്ട്.
അപ്പോൾ ഓയിലൊക്കെ തേച്ചതിന് ശേഷം തലയിൽ ഹെയർ ഓയിലും മുഖത്തും ഒക്കെ നാൽപ്പാമരാതി തൈലമൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഹെയർ ടോണിക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പിയിൽ ഒഴിച്ച് തേക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ടെടുത്ത് മുടിയിലോട്ട് തേക്കുമ്പോൾ ഡ്രസ്സിൽ വീഴില്ല, നിലത്ത് വീഴില്ല. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കാൻ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ സമയം ലാഭിക്കാം കേട്ടോ. സ്കാൽപ്പിൽ ഒരുപാടൊന്നും തേച്ച് കൊടുക്കണ്ടേ. ഇത് മുടിയുടെ പുറമെയാണ് കേട്ടോ കൂടുതലും തേക്കണ്ടേ. അപ്പം മുടിയുടെ പുറമേ തേക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം തലമുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിക്കുമല്ലോ. പൊട്ടിപ്പോയ മുടിയിഴകളൊക്കെ വളരാനൊക്കെ ആയിട്ട് സഹായിക്കും. ഉലുവ അങ്ങനെ തന്നെയാണ്, കരിഞ്ജീരകവും അങ്ങനെ തന്നെയാണ് കേട്ടോ. കരിഞ്ജീരകം നരയ്ക്കാതിരിക്കാനും സഹായിക്കും. ഇതുപോലുള്ള ഹെയർ ടോണിക്കുകൾ, ഹെയർ പാക്കുകളൊക്കെ തലമുടി തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് എൻഡിങ്സ് മാറുവാനും അതുപോലെ തലമുടി കൂടുതൽ സ്ട്രോങ് ആവാനായിട്ട് നല്ലതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ചേർത്തിട്ടുള്ള ഹെയർ പാക്ക്, ഹെയർ ടോണിക്കൊക്കെ അടുപ്പിച്ച് 2-3 ദിവസം തേച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ഹെയർ ഓയിലിങ് അതുപോലെ നല്ലൊരു ഹെയർ വാഷിങ്ങും കൊടുക്കണം കേട്ടോ. ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് രാത്രി അതും കൂടി അങ്ങ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈയുടെ വേദനയൊക്കെ മാറാൻ നല്ലതാണ് ഇതുപോലെ റൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ എന്താ പറയുക, രാവിലെ ഒന്നും സമയമില്ല, പകലൊന്നും നമ്മൾ വീട്ടിലിരിക്കാത്തവരാണെങ്കിലും രാത്രിയിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് എന്തും നമുക്കൊരു ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ ചെള്ളിൻ്റെ ശല്യമാണേ, കണ്ടോ ചെള്ള് കയറി പോകുന്നുണ്ടോ. അപ്പോൾ കുളിച്ചിട്ട് വരാം. ഇന്നലെ ഞാൻ ചെയ്ത ഹെയർ കെയർ വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. ഇതിനടുപ്പിച്ച് 3-4 ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ടോണിക്കുകൾ, ഹെയർ പാക്കുകൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഹെയർ ഓയിലിംഗ് ചെയ്യണം. അതുപോലെ തലമുടി നല്ല രീതിക്ക് കുറച്ച് ഷാമ്പുവും താളിയോ മറ്റോ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ മറക്കരുത്. കഞ്ഞിവെള്ളം അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടി കൂടുതൽ സ്റ്റിക്കി ആയി പോകും. അതുകൊണ്ടാണത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തലമുടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, വളർത്തിയെടുക്കണം, കൊഴിഞ്ഞു പോകാതെയെങ്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ബൈ ബൈ.